നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെയും അയത്തിൽ ബംഗ്ലാവിൽ ഗ്രൂപ്പിൻ്റെയും അയത്തിൽ പൗരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളുടെ കുടുംബങ്ങളിലടക്കം 1113 പേർക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു. മാർച്ച് 11 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് അയത്തിൽ ഉഷസ് നഗർ 6 നടന്ന ചടങ്ങിൽ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അയത്തിൽ അൻസർ അധ്യക്ഷത വഹിച്ചു. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെയും അയത്തിൽ ബംഗ്ലാവിൽ ഗ്രൂപ്പ് ഫാമിലിയുടെയും അയത്തിൽ പൗരസമിതിയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന റംസാൻ കിറ്റ് വിതരണമാണ് ഇന്നിവിടെ നടന്നത്. 1113 പേർക്ക് ഇന്ന് കിടപ്പ് രോഗികൾ ഉൾപ്പെടെ നൽകാൻ കഴിഞ്ഞുള്ള സന്തോഷമാണ് എനിക്ക് അറിയിക്കാനുള്ളത്. എല്ലാ വർഷവും കഴിഞ്ഞ 31 വർഷമായി കേരളത്തിലൊട്ടാകെ മനുഷ്യാവകാശ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾ അവശത അനുഭവിക്കുന്ന ജനസമൂഹത്തിന് വളരെ താങ്ങും തണലുമാകുന്നു എന്നത് ഓരോ ജില്ലയുടെ പ്രവർത്തനങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ മേഖലയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാ നീതി ഉറപ്പിക്കുന്നതിനും മനുഷ്യാവകാശപരമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങളിലും കൂടുതൽ പ്രവർത്തിക്കുന്നതിനായി സംസ്ഥാന യോഗം തീരുമാനിച്ചിട്ടുള്ളവരും അറിയിച്ചു. കൊല്ലം കോർപ്പറേഷൻ മേയർ AK ഹഫീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പലർക്കും പഴയകാലത്തെ ഒരു ദാരിദ്ര്യം ഇല്ല എങ്കിൽ കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വാട്സപ്പും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടോ? ഭൂരിപക്ഷം പേര് പലസ്തീനിലും അതുപോലെ തന്നെ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ആഫ്രിക്ക പോലെയുള്ള പല രാജ്യങ്ങളിലും പട്ടിണി കോലങ്ങൾ കാണുമ്പോൾ ഒരു മണി അരിക്ക് വേണ്ടി അവിടെ കിടന്ന് ആളുകൾ കാണിക്കുന്ന മനുഷ്യന്റെ സാധാരണ വെപ്രാളം, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം, അത് കാണുമ്പോഴാണ് 5 കിലോ അരിയെങ്കിൽ 5 കിലോ, അല്ലെങ്കിൽ 1 കിലോ അരിയെങ്കിൽ 1 കിലോ അരി, അത് കൈകളിലേക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു സന്തോഷം, അല്ലാഹുവിന്റെ അനുഗ്രഹമായിട്ടാണ് ഞാനും ഞങ്ങളും കാണുന്നത്. ഏറ്റവും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാണ് എല്ലാ സമുദായങ്ങളും. അത് ഇസ്ലാം മതം മാത്രമല്ല, അത് മുസ്ലിം സമുദായമാണെങ്കിലും ഹിന്ദു സമുദായമാണെങ്കിലും എല്ലാ സമുദായങ്ങളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇത് തന്നെയാണ്. അതാണ് എല്ലാ ഇത്തരം സാംസ്കാരിക സംഘടനകളും സാമുദായിക സംഘടനകളും എല്ലാവരും മത്സരബുദ്ധിയോടുകൂടി തന്നെ ഈ ഒരു കാലയളവിൽ ധാരാളം ഭക്ഷണ വിതരണ കിറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണ കിറ്റ് വിതരണം മനുഷ്യാവകാശ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യൻ്റെ വിശപ്പ് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് മേയർ പറഞ്ഞു. സമിതി മുഖ്യ രക്ഷാധികാരിയും ലാലാസ് കൺവെൻഷൻ സെൻറ്റർ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വിനോദ് ലാൽ റംസാൻ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. മുൻ കേരള വനിതാ കമ്മീഷൻ അംഗവും ഗാന്ധിഭവൻ ചെയർപേഴ്സണുമായ ഡോക്ടർ ഷാഹിദ കമാൽ മുഖ്യ പ്രഭാഷണം നടത്തി. അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി. ഒരുപാട് സംഘടനകൾ ശ്രീ അയത്തിൽ വഹാബുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ പല പ്രോഗ്രാമുകളും നടത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 1-2 ചടങ്ങുകൾ നടത്തിയിട്ട് പിന്നീട് അത് അവസാനിപ്പിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും എത്ര പ്രോഗ്രാമുകളാണ് നടത്തുന്നത്. വീടില്ലാത്തവർക്ക് വീട്, കിടപ്പ് രോഗികൾക്ക് മരുന്ന്, മറ്റ് സാധനങ്ങൾ എത്തിക്കുക, ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഇവിടെയുണ്ട്, എല്ലാവരും അനുസരിച്ച് എല്ലാവരും ചേർന്നുള്ള വലിയ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും എന്നും ഇതെല്ലാം തുടർന്ന് കൊണ്ടുപോകുവാനുള്ള ഒരു ആയുസ്സും ആരോഗ്യവും അതിനുള്ള സാഹചര്യങ്ങളും എല്ലാം ഈ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർക്കും നേതൃത്വം കൊടുക്കുന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. സമിതി സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ
കൊല്ലം കോർപ്പറേഷൻ ഐത്തിൽ ഡിവിഷൻ കൗൺസിലർ എൻ ജാരിയത്ത്, കിളികല്ലൂർ ഡിവിഷൻ കൗൺസിലർ ടി ലൈലാകുമാരി, സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഐത്തിൽ സോമൻ, കുരീപ്പുഴ യഹിയ, സമിതി സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റ് തങ്കമണി ബെല്ലർ, ഐത്തിൽ പൗരസമിതി ജനറൽ സെക്രട്ടറി വഹാബ് ഐത്തിൽ, സമിതി ഭാരവാഹികളായ റിയാസ്, ഷാനവാസ്, രാജേന്ദ്രൻ, ഐത്തിൽ നിസാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർമാരായ പി കെ അനിൽകുമാർ, ജെ പ്രീത, ടി ജി ഗിരീഷ്, പാരിപ്പള്ളി സമന്വയ ലഹരി മോചന ചികിത്സ പുനരധിവാസ കേന്ദ്രം പ്രോജക്ട് ഡയറക്ടർ എസ് അനിൽകുമാർ എന്നിവരെ ആദരിച്ചു. സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നൽകി വരാറുള്ള കിടപ്പ് രോഗികൾക്കുൾപ്പെടെ അർഹരായ കുടുംബങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യ വസ്തുവകകൾ അടങ്ങിയ റംസാൻ കിറ്റുകളുടെ വിതരണത്തിന് വിവിധ ഡിവിഷനുകളിൽ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കൊല്ലം.